നമ്മളെ കൂട്ടത്തില് കൊള്ളാവുന്ന കുറെ ചെറുപ്പക്കാർ മാത്രമല്ല, കൊള്ളാവുന്ന കുറെ സീനിയേഴ്സ് ആയ ലീഡേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ CPM-ന്റെ അന്തംഗമികളായ സൈബർ അന്തങ്ങൾ വിചാരിച്ച് എന്നാൽ പിന്നെ അവരെ തൂപ്പിച്ചേക്കാം. പണ്ട് ശങ്കരാടി പറഞ്ഞ സന്ദേശ സിനിമയിൽ പറഞ്ഞ പോലെ അവരുടെ കൂട്ടത്തിൽ കൊള്ളാവുന്ന കുറെ ചെറുപ്പക്കാരുണ്ട്. അതുകൊണ്ട് അവരെ പല പെണ്ണ് കേസിലും പിടിച്ച് നാറ്റിച്ച് കളയാം, അല്ലാണ്ട് വേറെ ഒരു രക്ഷയും കാണുന്നില്ല. നമ്മളെ കൂട്ടത്തിൽ അതുപോലെയുള്ള കൊള്ളാവുന്ന ചെറുപ്പക്കാരൊന്നും ഇല്ല. ഉള്ളത് റഹീമിനെയും സനോജിനെയും വസീഫിനെയും പോലെയുള്ള പിന്നെ ആളുകളാണ്, സനോജിനെയൊക്കെ പോലെയുള്ള ആളുകളാണ്. അപ്പോൾ അവരെ കൂട്ടത്തിലുള്ള കൊള്ളാവുന്ന ചെറുപ്പക്കാരെ നമുക്ക് ടാർഗറ്റ് ചെയ്തിട്ട് വല്ല പണിയും കൊടുക്കുക എന്നുള്ള ലെവലിൽ ഒരു എക്സസൈസ് ഒരു സൈഡിൽ നിന്ന് നടക്കുമ്പോഴാണ് അവരുടെ കൂട്ടത്തിൽ കൊള്ളാവുന്ന കുറെ സീനിയേഴ്സ് ആയ ലീഡേഴ്സും ഉണ്ട്. സംഭവം എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാർ സണ്ണി ജോസഫ്, VD സതീശൻ, K സുധാകരൻ, പിന്നെ രമേശ് ചെന്നിത്തല, കൊടിക്കുന്നിൽ സുരേഷ്, അങ്ങനെ എണ്ണിയാൽ തീരാത്ത സമുന്നതരായ നേതാക്കന്മാർ ഒരു ഫ്രെയിമിൽ വന്ന ഫോട്ടോ കണ്ടും ആ ഫോട്ടോ എടുത്തുകൊണ്ട് സൈബർ കമ്മികൾ പറയുന്നത് ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അടി തന്നെയായിരിക്കും. ഇപ്പൊ ഇവർ 5 കൊല്ലം ഓരോരാളായിരിക്കും മുഖ്യമന്ത്രി, ഇവർക്കൊന്നും വോട്ട് കൊടുക്കരുത് എന്നുള്ള അവസാനത്തെ കച്ചിത്തുരുമ്പായ ഏതായാലും മുങ്ങിത്താഴുന്ന കപ്പലാണ്. അപ്പൊ എന്തെങ്കിലും പറഞ്ഞിട്ട് ജനങ്ങളോട് UDF-നെ കുറ്റം പറയാനൊന്നുമില്ല. അപ്പൊ എന്തെങ്കിലും പറഞ്ഞ് കുറ്റം പറയാന്നുള്ള വിധത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വിഡിത്തം വികടത്തിന് വിളിച്ചു പറയുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിൽ കുറെ കൊള്ളാവുന്ന സീനിയേഴ്സ് ആയ നേതാക്കന്മാരുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ആകെയുള്ളൊരു പിണറായി വിജയൻ, കേന്ദ്രത്തിൽ BJP-ക്ക് മോഡി എന്ന പോലെ നിങ്ങളുടെ കൂട്ടത്തിൽ ആകെയുള്ളൊരു വിജയൻ, വേറെ ആരുമില്ല എന്നുള്ള വസ്തുത. ഇനി വിജയൻ മുഖ്യമന്ത്രിയായത് കൊള്ളാവുന്ന ഒരാളായതുകൊണ്ടാണെന്ന് വെച്ചാൽ അല്ല, എന്നാണ് സത്യം. 2015 നിയമസഭാ ഇലക്ഷൻ നമ്മുടെ മുന്നിലുണ്ട്. അന്നത്തെ ഭരണവിരുദ്ധ വികാരം പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു. LDF-നെ അധികാരത്തിലെത്തിച്ചു. LDF-ന്റെ ക്യാമ്പയിൻ ലീഡ് ചെയ്തത്, സകല പോസ്റ്ററിലും ഫേസ് വന്നത് BS അച്യുതാനന്ദന്റെയാണ്. എല്ലാവർക്കും വരുന്ന സത്യമാണ്. നമ്മുടെ മുന്നിലൂടെ അടുത്ത കാലത്ത് അധികം നമ്മളെ ഓർമ്മയിൽ നിന്ന് നമ്മളെ അകറ്റാത്ത വിധത്തിലുള്ള ഇൻസിഡന്റുകൾ ഇതൊക്കെ VS അച്യുതാനന്ദന്റെ പോസ്റ്ററായിരുന്നു അന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ മുഴുവൻ ഉപയോഗിച്ചത്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാവും എന്ന് തന്നെയാണ് പരോക്ഷമായി ഇവർ പൊതുസമൂഹത്തെ ധരിപ്പിച്ചത്. അവസാന റിസൾട്ട് വന്ന് LDF-ന് വലിയ ഭൂരിപക്ഷം കിട്ടിയ സമയത്ത് ആക്സിഡന്റൽ ചീഫ് മിനിസ്റ്റർ, അങ്ങനെ പറയുന്നത് തെറ്റാണ്. അത് ഗൂഢാലോചന സിദ്ധാന്തത്തിന്റെ ഭാഗമായി, ഗൂഢാലോചനയുടെ ഭാഗമായി പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നു. അവർ പ്രത്യേക സിൻഡിക്കേറ്റിന്റെ ആഗ്രഹമായിരുന്നു. കണ്ണൂരിൽ നിന്നുള്ള ആ കറക്ക കമ്പനിയിലെ അവരുടെ ആഗ്രഹമായിരുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുക. അപ്പൊ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുന്നുള്ള ഒരു ആവശ്യം പാർട്ടി ഘടകത്തിലും സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ വന്നേരം VS അച്യുതാനന്ദന് വിട്ടുകൊടുത്തില്ല. എനിക്ക് മുഖ്യമന്ത്രിയാണ്, എന്റെ പോസ്റ്റർ എന്റെ പേര് പറഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പ് നേരിട്ടത്, എന്നെയാണ് പ്രൊജക്ട് ചെയ്തത്, ഞാനാണ് മുഖ്യമന്ത്രിയാകുമെന്ന് പൊതുസമൂഹം കരുതിയത് എന്ന് വെച്ചിട്ട് VS അച്യുതാനന്ദന് വിട്ടുകൊടുത്തിട്ടില്ല. അപ്പൊ VS-നെ ഒന്ന് ഒതുക്കണം. പാർട്ടിക്കകത്തും പുറത്തും ചർച്ചകളുണ്ടായി, വലിയ വിവാദങ്ങളായി. VS-നെ ഒതുക്കാൻ വേണ്ടി VS-നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഒരു ക്യാബിനറ്റ് പദവി അങ്ങ് വെച്ചുതരാം, അതുകൊണ്ട് തൃപ്തിപ്പെട്ടോളണം. തൃപ്തിപ്പെടൂലെങ്കിൽ എന്താ ചെയ്യേണ്ടത് അനക്കറിയാം എന്ന് പിണറായി വിജയൻ പറഞ്ഞു. അതിന്റെ ഭാഗമായി VS എന്തോ വയസ്സുകാലത്ത് ഓക്കെ ക്യാബിനറ്റ് ഭരണപരിഷ്കാര കമ്മീഷൻ എന്ന കേരളം ഇതുവരെ കേൾക്കാത്ത വിധത്തിലുള്ള ക്യാബിനറ്റ് പദവിയും കുറെ ഓഫീസും സെക്രട്ടറിമാരും അടക്കം സംസ്ഥാന സർക്കാരിന്റെ ഖജനാവ് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തസ്തിക സൃഷ്ടിച്ചിട്ടാണ് അന്നത്തെ പിണറായി വിജയൻ അധികാരത്തിൽ മുഖ്യമന്ത്രിയായി വന്നത്. ഇത് വസ്തുതയാണ്.